വിനയ, നിനക്ക് എന്താടാ പറ്റി? എന്ത് പറ്റാൻ? നീ ഞങ്ങളുടെ മുമ്പിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഡിസ്റ്റർബായിട്ട് കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഈ ടെക്സ്റ്റൈൽസിന്റെ പാർട്ട്നേഴ്സ് ആവുന്നതിന് മുമ്പ് നല്ല സുഹൃത്തുക്കളായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കാനില്ല എന്നാ എന്റെ വിശ്വാസം. അത് നമുക്ക് പറ്റിയ വെറും മണ്ടത്തരമാണെന്നേ. അലക്സി, നിർത്ത്. ഞാൻ പറയട്ടെ, നീ മിണ്ടായിരിക്കെ. വിനയ, ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പറ്റാനല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗദിയിൽ തെറ്റില്ലാത്ത ബിസിനസ് ഉണ്ട്. നീയും കൂടി രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലൂടെ ഇൻവെസ്റ്റ് ചെയ്തത്. ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. ഇപ്പോഴെന്തിനാ ഇതൊക്കെ എടുത്ത് എഴുന്നള്ളിക്കുന്നത്? കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കാര്യമില്ലാതെ ഇവൻ ദേഷ്യപ്പെടുന്നത് കണ്ടോ? ഇതിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ്, അതിവൻ മറന്നുപോയി. അറിയാമെങ്കിൽ പറഞ്ഞു തൊലക്കടാ. അവന്റെ ഒരു അരിയും ഗോതമ്പും. നീ വെറുതെ ടെൻഷൻ ആവാതെ. ഞാൻ ഇവിടേക്ക് വന്നപ്പോ വാലിൽ തീ പിടിച്ച പോലെ നീ ഓടിയത് അവളുടെ പിന്നാലെയല്ലേ, ആ രോഹിണിയുടെ. അവൾ ഇവിടെ വന്ന് നീയുമായിട്ട് വഴക്കിട്ട് ഇറങ്ങിപ്പോയതും പിന്നാലെ നീ ഇറങ്ങിപ്പോയതും ഞാൻ അറിഞ്ഞു. നീ നമ്മുടെ കടയിൽ വെറും സ്റ്റാഫായി അവളും തമ്മിൽ എന്താണ് ഇടപാട്? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്തോണം. അവളെ ഞാനാണ് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. അലക്സി, നിർത്ത്. നീ എന്തൊക്കെയായി പറയുന്നേ? ഇനിയും പറയും, ഞാൻ ഇനിയും പറയും. കൂടെ നടന്നിട്ട് എനിക്കിട്ട് പണിയാൻ ശ്രമിച്ചാലേ സ്വന്തം അപ്പനായാലും പൊറുക്കില്ല അലക്സി. അലക്സി, നീ വെറുതെ നേരെ അറിയാതെ നെഹളിക്കല്ലേ. വിനയൻ നമ്മുടെ ഫ്രണ്ടാണ്. രോഹിണിയോട് ഒളിഞ്ഞും തെളിഞ്ഞും നിനക്ക് താല്പര്യമുണ്ടെന്ന് അത് ഇവനും അറിയാവുന്നതല്ലേ. അത് അറിഞ്ഞുകൊണ്ട് അവളുടെ പുറകെ പോകാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ലെന്നാ ഞാനും വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവനെ സംശയമുണ്ട്. അവളും ഇവനും കൂടെ നമ്മുടെ മൂക്കിന് കീഴെ കണ്ണടച്ച് പാല് കുടിക്കുകയായിരുന്നു. മുടിഞ്ഞ പ്രേമം. ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്നും എന്റെ വെറും സംശയമാണെന്നും ഇവൻ പറയട്ടെ, ഞാൻ സമ്മതിക്കാം. വിനയ, ഞാൻ നിന്നെ സംശയിക്കില്ല. എന്നാൽ ഇവന്റെ കലിപ്പ് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ലാന്ന് പറഞ്ഞു കൊടുക്ക. അതോടെ കഴിയൂല ഈ പ്രശ്നം. കണ്ടോ 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 കണ്ടോ, അവൻ അതിന് ഉത്തരം പറയില്ല. നമ്മൾ ആരും അറിയാതെ ഇവൻ അവളെ വളച്ചെടുത്തു എന്നുള്ള കാര്യം ഉറപ്പാ. എവിടെയെങ്കിലും കൊണ്ടുപോയി കാര്യവും സാധിച്ചിട്ടുണ്ടാവും. ഇവനെ പോലെ തന്നെ അവളും പഠിച്ച കളി. ഒരേ സമയം എന്നെ ഇവനെയും വളച്ചെടുത്ത പക്ക പ്രോസിക്യൂട്ട്. എന്നെ കുറിച്ച് നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷെ അവളെ കുറിച്ച് മാത്രം നീ ഒരു അക്ഷരം മിണ്ടി പോവരുത്. മിണ്ടിയ നീ എന്തിയോടാ? ചങ്ങാതിയല്ലേ ചങ്കാലേ എന്നൊന്നും ഞാൻ നോക്കില്ല. കുത്തി കീറിക്കളയും ഞാൻ. എന്തായി കാണിക്കുന്നേ? ഇത്ര മാത്രം നീ ആ രോഹിണിയായിട്ട് എന്താണ് ബന്ധം? അവളെ എന്റെ പെണ്ണ, എന്റെ ഭാര്യയാവാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്. നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇവൻ അവളെ ഈ ടെക്സ്റ്റൈൽസിലാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ഞാൻ അവളെ എന്റെ ഹൃദയത്തിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവളെ അവിടുന്ന് പറിച്ചറിയാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. പ്രത്യേകിച്ച് നാട് നീളെ പെണ്ണുങ്ങളെയും വായി നോക്കി നടക്കുന്ന ഇവൻ അവളെ ഇനിയും ഡിസ്റ്റർബ് ചെയ്താൽ എന്റെ കൈയിന്റെ രുചി നീ അറിയും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.